Time to ask our presenter Leo what his favorite Bible verse is. So one of my favorite verses is Psalms 16:11. It says, "In your presence there is a fullness of joy," and I love that verse. Wow, what an amazing thing. What's your favorite verse today? Proverbs chapter 9 verse 10. The fear of the Lord is the beginning of wisdom, and the knowledge of the Holy One is understanding. Good, thank you. Wow, thanks man. And what's your favorite verse today? The faithful love of the Lord never ends. His mercies never cease. Great is His faithfulness. His mercies begin afresh each morning. Lamentations 3 verse 22 and 23. Good, thank you. Excellent, good. Hey Magdalene, what's the verse for today? God is love. Good, high five, good job. ചേട്ടൻ്റെ ഇഷ്ടപ്പെട്ട വചനം ഏതാ? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം ഭ്രമിക്കരുത്, കലങ്ങരുത്. യോഹന്നാൻ 14:27. Good, thank you. ചിഞ്ചു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട വചനം ഏതാ? സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കുന്ന വഴി കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. Good, thank you. ഞാൻ ഇഷ്ടപ്പെട്ട വചനം ഏതാന്ന് ചോദിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10 അധ്യായം അതിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അതൊന്നും നിങ്ങൾക്ക് ഹാനി വരുത്തുകയില്ല. പക്ഷേ ഭൂതങ്ങൾ വിട്ടുപോകുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ തന്നെ സന്തോഷിപ്പി. Good, thank you. ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട വചനം ഏതാ? യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനം വിശ്വസിക്കുന്നവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു. Okay, thank you. വെൽക്കം. What's your favorite verse for today? Acts 1 verse 8. Do not leave Jerusalem, but wait for the gift my Father promised. But when the Holy Spirit comes upon you, you will be witnesses for me in Jerusalem, in Judea, and all Samaria, and to the ends of the earth. Good, thank you. Lemu, what's your favorite verse for today? The law of the Lord is perfect. Thank you, good. ഇവിടെ അപ്പയുണ്ട്. അപ്പയുടെ ഫേവറേറ്റ് വചനം ഏതാണെന്ന് ചോദിക്കാം. അപ്പയുടെ ഇഷ്ടപ്പെട്ട വചനം ഏതാ? 2 തിമോത്തിയോസ് 3:16-17 വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും തെറ്റുതിരുത്താനും ശാസിക്കാനും പഠിപ്പിക്കാനും നീതിയുള്ള പരിചയത്തിനും ഉതകുന്നു. അവ വഴി ദൈവത്തിൻ്റെ മനുഷ്യൻ പരിപൂർണനും സകല സൽപ്രവർത്തനം ചെയ്യാൻ പ്രാപ്തനാവുകയും ചെയ്യുന്നു. Okay, thank you. High five. Okay. Good. അമ്മയുടെ ഇഷ്ടപ്പെട്ട വചനം ഏതാ? എനിക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 10 അധ്യായം 20ാമത്തെ സെൻറ്റൻസിൽ കർത്താവ് പറയണ ഒരു കാര്യമുണ്ട്. അതായത് അവിടെ 2 കാര്യങ്ങളായിട്ട് കർത്താവ് പറയണം. ഒന്ന് റിജോയ്സ്, ഡു നോട്ട് റിജോയ്സ് എന്നും പറയുന്നുണ്ട്, റിജോയ്സ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഡു നോട്ട് റിജോയ്സ് എന്ന് പറയുന്ന കാര്യം, ഡു നോട്ട് റിജോയ്സ് ദ സ്പിരിറ്റ്സ് ആർ സബ്ജക്റ്റ് ടു യു. അതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, അതായത് ആത്മാവ് അല്ലെങ്കിൽ അത് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട എന്നാണ് പറയണത്. ബട്ട് റേദർ റിജോയ്സ് യുവർ നെയിംസ് ആർ റിട്ടൺ ഇൻ ഹെവൻ. അതാണ് എന്നെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത വചനം. അതായത് നമ്മളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പം അതിൽ പരം ഒരു സന്തോഷം ഒരു മനുഷ്യജന്മത്തെ ഒരു മനുഷ്യന് നേടാനില്ല. അപ്പോൾ ആ വചനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്തത്. Okay, thank you. തൻ്റെ ഞാൻ ചിരിക്കുന്നല്ലാണ്ട് നാച്ചുറൽ ഫേസ് അങ്ങനെ. യോഹന്നാൻ 3:16. What's his favorite Bible verse? My favorite one of the word. പാമ്പുകളെയും തേളുകളെയും സകല റെഡിയല്ല റെഡിയല്ല. ജിഞ്ചു ജിഞ്ചു ജിഞ്ചു. ഓക്കെ. ജിഞ്ചു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട വചനം ഏതാ? Great is His faithfulness. Faithfulness. Thank you.